ടെക്നോയുടെ ടെക്നോ പോവ 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ 5 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം. LCD പാനലായിരിക്കും ഇതിൽ വരിക. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 13,000 അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ തിക്നെസ് വരിക 9 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നും വരില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. LPDDR4Xൻ്റെ റാമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നതായിരിക്കും. എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിച്ചേക്കാം. പിന്നെ ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ്, അതുപോലെ തന്നെ ഗ്രാഫീൻ, ഹീറ്റ് സിങ്ക് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വന്നേക്കാം. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് Z-Axis ലീനിയർ മോട്ടർ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം. DTS സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ ഒരു A ലെൻസും വന്നേക്കാം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ചാർജിങ് സ്പീഡും ഈ ഫോണിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ഫോൺ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 11 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ടെക്നോ പോവ 5 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ടെക്നോയുടെ ടെക്നോ പോവ 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ടെക്നോ പോവ 5 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.